നമസ്കാരം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെക്കുറിച്ച് നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. നമ്മളിപ്പോഴൊരു ഭീമാകാരമായ ടെക് ബബിളിന്റെ നടുവിലാണോ? ഈ കാണുന്നതെല്ലാം വെറുമൊരു ആവേശം മാത്രമാണോ? അതോ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒന്നാണോ? അപ്പോ ഈ ഹൈപ്പിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരു വിദഗ്ധ ചട്ടക്കൂടാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഈയൊരു കണക്ക് കണ്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. 17x. .com തകർച്ചയ്ക്ക് തൊട്ടുമുമ്പ് ഇന്റർനെറ്റ് കമ്പനികളിലേക്ക് ഒഴുകിയെത്തിയതിനേക്കാൾ 17 മടങ്ങ് അധികം നിക്ഷേപമാണ് ഇന്ന് AI-യിലേക്ക് വരുന്നത്. ഓർക്കണം, .com ബൂം തന്നെ ഒരു ചരിത്ര സംഭവമായിരുന്നു. അപ്പോൾ അതിന്റെ 17 മടങ്ങെന്ന് പറയുമ്പോൾ ഈ തരംഗത്തിന്റെ വലുപ്പം ഒന്ന് ഊഹിച്ചു നോക്കൂ. പക്ഷേ ഇവിടെ ഒരു വിരോധാഭാസമുണ്ട്. ഒരു വശത്ത് നോക്കിയാൽ പണം ഒഴുകി വരികയാണ്, കോടിക്കണക്കിന് ഡോളർ. വിപണിയിൽ ഒന്നോ രണ്ടോ കമ്പനികൾ മാത്രം. എൻവിഡിയയുടെ കാര്യം തന്നെ എടുക്കാം. ഒരു G7 രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ അത്രയും മൂല്യമാണ് ആ കമ്പനിക്ക്. പക്ഷേ മറുവശത്ത് എന്താ സംഭവിക്കുന്നത്? കഥയാകെ മാറും. ഉപയോക്താക്കൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും കമ്പനികൾക്ക് പണം നഷ്ടപ്പെടുന്നു. AI മോഡലുകൾ പ്രവർത്തിപ്പിക്കാനുള്ള ചെലവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ദീർഘകാല നിലനിൽപ്പ് ഒരു വലിയ ചോദ്യചിഹ്നമായി മുന്നിലുണ്ട്. അതുകൊണ്ടുതന്നെ ഇതിപ്പോ ടെക് ലോകത്തുള്ളവർ മാത്രമല്ല, സാമ്പത്തിക വിദഗ്ധർ, സംശയമുള്ളവർ, എന്തിന് AI കമ്പനികളുടെ തലപ്പ് തിരിക്കുന്നവർ വരെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എന്തോ ഒരു തരം AI ബബിളിനെയാണ് നേരിടുന്നത്. എന്തോ ഒന്ന് തീർച്ചയായും സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതെന്താണ്? അപ്പോ ഈ ഒരു ആവേശക്കടലിൽ നമ്മൾ എങ്ങനെ നീന്തിക്കയറും? ഈ ഹൈപ്പും യാഥാർത്ഥ്യവും തമ്മിൽ എങ്ങനെ വേർതിരിച്ചറിയും? അതിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു ടൂള് വേണ്ടേ? അതിനാണ് നമ്മൾ ഇന്നൊരു പ്രത്യേക ചട്ടക്കൂട് ഉപയോഗിക്കാൻ പോകുന്നത്. സാമ്പത്തിക വിദഗ്ധരായ ബ്രെന്റ് ഗോൾഡ്ഫാർബും ഡേവിഡ് എ കിർഷും ഉണ്ടാക്കിയെടുത്ത ഒന്നാണിത്. ചരിത്രത്തിലെ ഇതുപോലുള്ള ടെക് ബൂമുകളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചവരാണിവർ. ആദ്യം തന്നെ എന്താണ് ഈ ടെക് ബബിൾ എന്ന് പറഞ്ഞാൽ? സിമ്പിളായി പറഞ്ഞാൽ, ഒരു പുതിയ ടെക്നോളജിയെക്കുറിച്ച് അതിന്റെ യഥാർത്ഥ വിലയേക്കാൾ കൂടുതൽ പ്രതീക്ഷയും ഊഹക്കച്ചവടവും ഉണ്ടാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പൊ നോക്കൂ, ലേസർ വന്നപ്പോ ഒരു ബബിൾ ഉണ്ടായില്ല. പക്ഷേ വിമാനങ്ങൾ വന്നപ്പോൾ അത് ലോകത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്നതിനെപ്പറ്റി ഒരുപാട് കഥകളുണ്ടായി. അതൊരു വലിയ ബബിളിന് കാരണമായി. ഗോൾഡ്ഫാർബും കിർഷും പറയുന്നത് ഒരു ടെക് ബബിൾ ഉണ്ടാകാൻ 4 പ്രധാന ചേരുവകൾ വേണമെന്നാണ്. ഒരു ബബിൾ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഒഫീഷ്യൽ ചെക്ക് ലിസ്റ്റ് എന്ന് തന്നെ ഇതിനെ നമുക്ക് പറയാം. അപ്പോ എന്തൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? 1. അനിശ്ചിതത്വം. 2. പ്യൂർ പ്ലേസ്, അതായത് ഒരു ടെക്നോളജിയിൽ മാത്രം ശ്രദ്ധിക്കുന്ന കമ്പനികൾ. 3. പുതിയ അത്ര പരിചയമില്ലാത്ത നിക്ഷേപകർ. പിന്നെ 4ാമത്തേത് വളരെ ശക്തമായ കഥകൾ അല്ലെങ്കിൽ ആഖ്യാനങ്ങൾ. ഈ 4 കാര്യങ്ങളും ഒത്തുവരുമ്പോഴാണ് ഒരു ബബിൾ രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ കയ്യിൽ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് AI-യെ ഈ ടെസ്റ്റിലൊന്ന് ഇട്ടു നോക്കാം. വിദഗ്ധരുടെ ഈ അളവുകോലിൽ AI എവിടെ നിൽക്കുന്നു എന്ന് നോക്കിയാലോ? ആദ്യത്തെ ഘടകം അനിശ്ചിതത്വം. AI-യുടെ കാര്യത്തിൽ ഇത് ആവശ്യത്തിലധികമുണ്ടല്ലേ? ഇതിന്റെ ഭാവി എന്താകും? ഇത് നമ്മുടെ ജോലികളെ എന്തു ചെയ്യും? നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും? ഒന്നും ആർക്കും ഒരു ഉറപ്പുമില്ല. അപ്പോ ആദ്യത്തെ ബോക്സിൽ ഒരു വലിയ ടിക്ക് മാർക്ക് വീണു. രണ്ടാമത്തേത് പ്യൂർ പ്ലേസ്, അതായത് AI-യിൽ മാത്രം ശ്രദ്ധിക്കുന്ന കമ്പനികൾ. ഇപ്പോൾ ചുറ്റും നോക്കിയാൽ മതി, AI എന്ന പേരിൽ തന്നെ എത്ര സ്റ്റാർട്ടപ്പുകളാണ് ഓരോ ദിവസവും വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബോക്സിലും ഒരു സംശയവുമില്ലാതെ ഒരു ടിക്കിടാം. 3ാമത്തെ പോയിന്റ് പുതിയ നിക്ഷേപകർ. സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവർ പോലും AI സ്റ്റോക്കുകളിൽ പണം മുടക്കാൻ തുടങ്ങിയില്ലേ? വിദഗ്ധർ പറയുന്നത് ഇത് 2000-ലെ .com ബബിളിന്റെ അത്രയ്ക്ക് എത്തിയിട്ടില്ല, ഒരു 1998-ലെ അവസ്ഥയിലാണെന്നാണ്. അതായത് ഈ ആവേശം ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ ബോക്സും ടിക്ഡാണ്. അവസാനത്തേതും ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘടകം കഥകൾ. AI-യെ ചുറ്റിപ്പറ്റി എന്തുമാത്രം വലിയ കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് അഥവാ AGI വന്നാൽ പിന്നെ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും, ക്യാൻസർ മുതൽ കാലാവസ്ഥാ വ്യതിയാനം വരെ, എല്ലാം അതങ്ങ് പരിഹരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരു ശക്തമായ കഥയുള്ളതുകൊണ്ട് 4ാമത്തെ ബോക്സും ടിക്കായി. അപ്പോ എന്താണ് ഫലം? 4 ഘടകങ്ങളും പരിശോധിച്ചു, 4ഉം കൃത്യമായി ചേരുന്നു. ഈ ടെസ്റ്റിൽ AI-ക്ക് കിട്ടിയ സ്കോർ എത്രയാണെന്നറിയോ? 8-ൽ-8, ഒരു പെർഫെക്റ്റ് സ്കോർ. സംശയം വേണ്ട, ഈ ചട്ടക്കൂടുണ്ടാക്കിയ സാക്ഷാൽ ബ്രെന്റ് ഗോൾഡ്ഫാർബ് തന്നെ പറയുന്നു, ഒരു സംശയവുമില്ല,
ഒരു ബബിളിന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഇത് കൃത്യമായി കാണിക്കുന്നുണ്ട്. ഇതിലും വലിയൊരു ഉറപ്പ് വേറെ കിട്ടാനില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു ബബിൾ ആണെന്ന് ഏകദേശം ഉറപ്പായി. ഇനി ഇതിന്റെ ആഴം മനസ്സിലാക്കാൻ നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് പോകാം. കാരണം 1920കളിലെ ഒരു സംഭവം ഇന്നത്തെ സാഹചര്യവുമായി ഒരുപാട് സാമ്യമുള്ളതാണ്. ഈ സ്ക്രീനിലേക്ക് നോക്കൂ. ഒരു വശത്ത് 2020കളിലെ AI ബൂം, മറുവശത്ത് 1920കളിലെ ഏവിയേഷൻ റേഡിയോ ബൂം. കണ്ടില്ലേ, ആ 4 ചേരുവകളും: അനിശ്ചിതത്വം, പ്യോർപ്ലേസ്, പുതിയ നിക്ഷേപകർ, ലോകത്തെ മാറ്റിമറിക്കുമെന്ന കഥകൾ രണ്ടിലും ഒരുപോലെയാണ്. ചരിത്രം ശരിക്കും ആവർത്തിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. 1920കളിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഏവിയേഷനും റേഡിയോയും ചേർന്ന് ഒരു ഭീമാകാരമായ സ്റ്റോക്ക് മാർക്കറ്റ് ബബിൾ ഉണ്ടാക്കി. 1929ൽ ആ കുമിള വലിയ ശബ്ദത്തോടെ പൊട്ടി. അതിന്റെ ഫലമോ? ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യം. ഇത് കേൾക്കുമ്പോൾ കാര്യങ്ങളുടെ ഗൗരവം കൂടുന്നുണ്ട്, അല്ലേ? അതുകൊണ്ട് തന്നെ ഈ വിശകലനം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം ഒന്നേയുള്ളൂ: വാങ്ങുന്നവർ സൂക്ഷിക്കുക, അതായത് നിക്ഷേപിക്കുന്നവർ ഒരുപാട് ശ്രദ്ധിക്കുക. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് വെച്ച് നോക്കിയാൽ ഇനി ചോദിക്കേണ്ട ചോദ്യം ഇതൊരു ബബിൾ ആണോ എന്നല്ല. അതിനുത്തരം കിട്ടിക്കഴിഞ്ഞു. യഥാർത്ഥ ചോദ്യം ഇതാണ്: ഇത് എപ്പോൾ പൊട്ടും? അതിനുശേഷം എന്ത് സംഭവിക്കും? ആ ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ചിന്തിക്കുക.